നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം കൊടുമണ്ണിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട വിമാനത്താവള ആക്ഷൻ കമ്മിറ്റി ജനകീയ കൂട്ടായ്മ നടത്തി ഒപ്പുശേഖരണവും ആരംഭിച്ചു. എരുമേലിയിൽ സ്ഥാപിക്കാനിരുന്ന വിമാനത്താവള പദ്ധതിയിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ പദ്ധതി പ്രവർത്തനം കൊടുമൺ പ്ലാന്റേഷനിലെ സർക്കാർ റവന്യൂ ഭൂമിയിൽ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ ഒപ്പുശേഖരണം ആരംഭിച്ചത്. 1,00,000 പേരുടെ ഒപ്പുശേഖരിച്ച നിവേദനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കും. പ്രവാസി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കൂട്ടായ്മ KPCC സെക്രട്ടറി പരകുളം മധു ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ വർഷത്തോറും സന്ദർശിച്ചെത്തുന്ന ശബരിമല ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിൽ ഒരു വിമാനത്താവളം വരികയാണെങ്കിൽ അതിനേറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഈ വിമാനത്താവള സമിതി മുൻപോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന് തൊട്ട് മുമ്പിൽ ഒരു വിമാനത്താവളം വരിക എന്നത് സ്വപ്നതുല്യമായ ഒരു കാര്യമാണ്. ആരെയും നോവിക്കാതെ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ, അധിക വ്യയമില്ലാതെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത്, ആവശ്യത്തിലേറെ ഭൂമിയുള്ള ഒരു സ്ഥലത്ത് ഇത് വരികയാണെങ്കിൽ നമ്മുടെ ജില്ലയുടെ മാത്രമല്ല സമീപ ജില്ലകളുടെയും വികസനത്തിന് ഒരു വലിയ കുതിപ്പ് ആയി അത് മാറുന്നതാണ്. കൊടുമണ്ണെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു എതിർത്ത് ചിന്ത അല്ലെ വ്യത്യസ്തമായ ചിന്ത ആരിലും ഉണ്ടാകേണ്ട കാര്യമില്ല. എല്ലാവരും സഹകരിച്ച് ഈ ഉദ്യമവുമായി മുൻപോട്ട് പോയാൽ എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് അതിനുള്ള സാധ്യത ഒരുങ്ങി വരും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ചെറുവള്ളി വിമാനത്താവളം നിർദ്ദിഷ്ട ഭൂമിക്ക് ഹൈക്കോടതിയുടെ വിലക്ക് വന്ന സാഹചര്യത്തിൽ കൊടുമൺ ഒരു ആൾട്ടർനേറ്റീവാണ് എന്ന് ഈ അധികാരികളുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അത് ഏറ്റവും ന്യായമായ ഒരു കാര്യമാണ്. പത്തനംതിട്ട പോലെയുള്ള ഒരു ജില്ലയ്ക്ക് ഒരു വിമാനത്താവളം വരിക എന്നത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. പ്രവാസികൾ ഏറെയുള്ള ജില്ല, മധ്യ കേരളത്തിൻ്റെ മധ്യഭാഗം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഏകദേശം മധ്യഭാഗം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകൾക്ക് വളരെയേറെ സഹായകരമാകുന്ന ഒരു സംരംഭമായിരിക്കും പത്തനംതിട്ട ജില്ലയിൽ ഒരു വിമാനത്താവളം വരിക എന്നുള്ളത്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ വർഗീസ് പേരേൽ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ്, പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാൻ പുനലൂർ സോമരാജൻ, ജോൺസൺ കല്ലിട്ടത്തിൽ കോറപ്പിസ്കോപ്പ, മുട്ടുവേലി കോറപ്പിസ്കോപ്പ, പാസ്റ്റർ തോമസ് പുളിവേലി, റവറൻഡ് റെജി എബ്രഹാം, ഡോക്ടർ ജോർജ് വർഗീസ് കൊപ്പാറ, സക്കറിയ വർഗീസ്, ഏഴംകുളം മോഹൻകുമാർ, കുഞ്ഞന്നമ്മ കുഞ്ഞ്, ശ്രീജിത്ത് ഭാനുദേവ്, M മനോജ് കുമാർ, G അനിൽകുമാർ, അടൂർ നന്ദകുമാർ കരിപ്പൂലിൽ, റോയി മോൻ കല്ലുക്കാട്ടിൽ, A വിജയൻ നായർ, അജികുമാർ രണ്ടാംകുറ്റി, AG ശ്രീകുമാർ, അനിൽ കൊച്ചുമൂഴിക്കൽ, ജോൺസൺ കുളത്തിൽ കരോട്ട്, R പത്മകുമാർ, VK സ്റ്റാൻലി, T തുളസീധരൻ, സുരേഷ് കുരുവേലി, മോഹനൻ, രാജൻ സുലൈമാൻ, വിനോദ് ബാസുക്കുറുപ്പ്, സജ്ജു രാധാകൃഷ്ണൻ പ്രിൻസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. SNN ന്യൂസ് പത്തനംതിട്ട.